നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 27 നക്ഷത്ര ജാതകരും ജീവിക്കുന്ന ഈ പ്രപഞ്ചം എപ്പോഴും പ്രശ്നസങ്കീർണമാണ്. എന്നിരുന്നാലും ഓരോ ദിവസവും കുറേ നാളുകാർക്ക് ധനനേട്ടവും കാര്യവിജയവും ജീവിതാഭിവൃദ്ധിയും ഉണ്ടാകുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിരിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടി ജ്യോതിഷപ്രകാരം അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസപ്രകാരവും രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നുണ്ട്. ഈ പൂജയിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും ജീവിത അഭിവൃദ്ധി, ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ നേരിടുന്ന നീറുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് കരകയറാൻ പറ്റും. അപ്പോൾ അതിൽ പങ്കുചേരുന്നത് വലിയൊരു നേട്ടമാണ്. 1000 രൂപയാണ് ഇതിൻ്റെ ചിലവ്. താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങളുടെ നക്ഷത്രം, സ്ഥലം, കൃത്യമായ മേൽവിലാസം എന്നിവയൊക്കെ രേഖപ്പെടുത്തി അയയ്ക്കുക. ആന്ധ്രയിലുള്ള ശ്രീകാളഹസ്തി ക്ഷേത്രത്തിലാണ് രാഹു കേതു പൂജ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി ചെയ്യുവാൻ നിർവാഹമില്ലാത്തവർക്ക് ഈ പൂജയിൽ പങ്കുചേരാം. അപ്പോൾ ചേർന്നാൽ തീർച്ചയായിട്ടും അവിടെ പോയി ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പൂജയിൽ കൂടി ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ പൂജയിൽ പങ്കുചേരുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവരിൽ വന്നു ചേരും. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ചെല്ലാം. 2025 ജൂലൈ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 25-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 18-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:13, അസ്തമയ സമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി പൂർണിമ തിഥി. പൂർണിമ തിഥി വെള്ളിയാഴ്ച 2:05 AM എന്ന് പറയുന്ന സമയം വരെ ഉണ്ടായിരിക്കും. അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 2:05 AM എന്ന് പറയുന്ന സമയം വരെയും പൂർണിമ തിഥി അല്ലെങ്കിൽ വെളുത്തവാവ് ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച 1:36 AM എന്ന് പറയുന്ന സമയത്താണ്. അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ 5:58 AM എന്ന് പറയുന്ന സമയത്താണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാട നക്ഷത്രമാണ് വ്യാഴാഴ്ച 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. പണ്ടൊരു കാതികൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയായിരുന്നു. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കഥാപ്രസംഗം നടത്തുന്ന ആളിനെ ആണല്ലോ കാതികൻ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കഥാപ്രസംഗം വലിയൊരു ജനപ്രിയമായിട്ടുള്ള ഒരു കലാപരിപാടിയായിരുന്നു. അപ്പോൾ അന്നൊരു സാംബശിവനാണോ വി ഡി രായപ്പനാണോ അതെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഇവരിലാരോ ഒരാൾ പാടിയതാണ് എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെയെല്ലാം പ്രശ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ പ്രശ്നസങ്കീർണമായ ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എല്ലാ ദിവസവും എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലവും പോലുമില്ല. എപ്പോഴും മനുഷ്യജീവിതം തന്നെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ സമൂഹത്തിലും ലോകത്തിലുമെല്ലാം പ്രശ്നം, യുദ്ധം, തീപിടുത്തം, അങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഓരോ ദിവസവും നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നസങ്കീർണമായ ലോകത്ത് ജീവിക്കുന്ന 27 നക്ഷത്ര ജാതകരിൽ ചില നക്ഷത്ര ജാതകർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ നേട്ടങ്ങളുള്ള ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടന്നാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഒരുപാട് പേർ അവിടെ മരിച്ചു വീഴുന്നു. പക്ഷെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കും കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു വശത്ത് പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി നിന്നാലും ചിലർക്കൊക്കെ അവർക്ക് കാര്യവിജയം അല്ലെങ്കിൽ ധനപരമായ നേട്ടം, അവർക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറി കോടികൾ സമ്പാദിക്കുന്നു. അവർക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ
നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ സമൂഹത്തിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ചില ആളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ, ധനാഭിവൃദ്ധി, കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നു. ഉദാഹരണം നമ്മുടെ കോവിഡ് ബാധിച്ച സമയത്ത് പലർക്കും ജോലിയില്ല, വേലയില്ല, കയ്യിലിരിക്കുന്ന ധനമെല്ലാം ചിലവായി പോകുന്നു, കടം മേടിക്കുന്നു, പണയം വെക്കുന്നു. വളരെ ഭാരപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് കുറേ പേർ ആ സമയത്തൊക്കെ കോടീശ്വരന്മാരായി. കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർജിക്കൽ ഉപകരണങ്ങളൊക്കെ വിറ്റഴിച്ച്, മാസ്ക് പോലുള്ള, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ആ സമയത്ത് വിറ്റഴിച്ച് കോടീശ്വരന്മാരായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസവും കുറേ പേരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അപ്രകാരം ഈ വ്യാഴാഴ്ച ദിവസം അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി, കാര്യവിജയം, ധനപരമായിട്ടുള്ള നേട്ടമൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആഞ്ഞടിച്ച് ജീവിതം തകർന്നു പോകാൻ സാധ്യതയുള്ള നാളുകാരുമുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങൾ, പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊതുപണിമുടക്കാണ്. അപ്പോൾ ഇന്ന് പൊതുപണിമുടക്കിൽ എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതോടനുബന്ധിച്ച് എത്രയോ പേരുടെ പ്രശ്നങ്ങൾ തകർന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ, പ്രതിസന്ധികളൊക്കെ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക, മകീരം, രോഹിണി, തൃക്കേട്ട, വിശാഖം, ചിത്തിര. അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുപണിമുടക്കല്ല, ഇനി ഈ ലോകം ശാന്തമായാൽ പോലും അവരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം വലിഞ്ഞു കയറി വന്ന് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി അവരുടെ ജീവിതം തകർക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനിയും വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശുഭ സമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം ശുഭദിനമാണ്. വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ രാവിലെ 6:13 മുതൽ 9:13 വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. പിന്നീട് 10:43 മുതൽ ഉച്ചകഴിഞ്ഞ് 1:43 വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. 1:43 മുതൽ രാഹു ആരംഭിക്കുകയാണ്. 3:13 വരെ രാഹു ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 10 ഏതൊരു മാസത്തെ 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. മഞ്ഞ, ഇളം ചുവപ്പ്, ഇളം നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനി ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൂരാടം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് മൂലം, മകയിരം, പൂയം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, പൂരം, ചിത്തിര, അനിഴം, പൂരാടം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. മൂലം, മകയിരം, പൂയം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, പൂരം, ചിത്തിര, അനിഴം, പൂരാടം ധനപരമായ ഇടപാടുകളൊക്കെ നടത്തുവാൻ അനുകൂലമായ ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ ധനവിഷയം കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടാൻ പറ്റുന്ന ദിവസം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സുരക്ഷിതമായി കാത്തുപരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.